வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. இன்னைக்கு நம்ம என்ன படம் பார்க்க போறோம்? நம்ம வந்து சதிக்காத சந்து அப்படின்னு சொல்லி ஒரு படம் பார்க்க போறோம். இதெல்லாம் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். போயிடலாமாக்கா? போயிடலாம். ബൈ ചേച്ചി. അതെ, അയാളോടെല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത്. വേണ്ട, അയാളൊന്നും അറിയണ്ട. അതെ മദ്രാസ് എത്തിയാ? ഉം. അയ്യോ എന്റെ തിരക്കഥയിലെ ബാഗ് കയ്യിലുണ്ടാ. ஏய், விநாயகன் விநாயக். போட்டே இருக்காரு. அதான் നൈറ്റ് തൂങ്ങില്ലേ? அண்ணாக்கா. നൈസ്. நைஸ். എന്നാ ഞാൻ പോട്ടെ. அனிமே இவங்க ரெண்டு ஒரு கப்பல் ஆயிருவாங்களோ? കിച്ചു അപ്പൊ കാണാ ചന്തു. ആ. എന്താ വാ പോണ്ടേ എങ്ങോട്ട്? വീട്ടിലേക്ക്. അയ്യോ ഞാനില്ല, എനിക്ക് എന്റെ വീട്ടിൽ പോണ്ടേ. ഞാൻ അങ്ങോട്ട് തന്നെ. എന്തിന്? പിന്നെ ഞാൻ അങ്ങോട്ട് പോരാ. വാ പോവാം. അയ്യോ അത് ശരിയാവില്ല. അത് വൃത്തിയായി കാണിക്കുന്നത്. തള്ളല്ലേ ഞാൻ പറയുന്നില്ല. എനിക്ക് ഇത് കേൾക്കാൻ വലിയ പറ്റുള്ളൂ. ശല്യമായിരുന്നു. ശല്യം ചന്തു, ഇല്ല. please. Bye, മച്ചാ. ഹായ് മച്ചാ. ഹൈ ഹൈ ഹോയ്, ഹോയ്. ഹൈ. യാര് ഇവൻ? ഇത് എന്റെ ഫ്രണ്ടാ. ഹലോ ഫ്രണ്ട്. ഹായ് ഫ്രണ്ട്. വാ പോവാം. എടാ ഒരു ചന്തു, സമയമില്ല. അതല്ലടാ, വേറെ പ്രശ്നമുണ്ട്. നീ ഇങ്ങോട്ട് വരാ. ഉയിര് വാങ്ങറടാ അവൻ. உயிரை வாங்கடா அவன். இவளையும் கூட்டி போயிருவாங்கன்னு நினைக்கிறேன். പൈത്തക്കാരനാ? അല്ല ഇന്ത്യക്കാരൻ. റോമിയോ, നീ ഇവിടെ ഇரு. ഞാൻ ഇപ്പൊ വരാം. ഇരിക്കോ ഉള്ളി ഇരിക്കോ. ഏയ് വായ് മുർരാ. வாய் மூடு. ശരിയാണ് പൈത്തക്കാരൻ. தமிழ் அழகா இருக்குல்ல? அதான் ஏய் வாய முடுறா. ഏതായാലും ചന്തു എന്നോട് പൊട്ടിക്കഴിഞ്ഞു. ഇനി അത് പറിച്ചു മാറ്റിയാലും പോകും തോന്നില്ല. താനും വേണം ഒട്ടിക്കോളൂ. ஆ. അല്ല, കുറച്ചു ദിവസം താമസിക്കാനുള്ള സൗകര്യം ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. സീറ്റ് ഇങ്ങനെ ഇളകി പോയിട്ട് സോറി മച്ചാ. சரி மச்சான். சரி, மச்சான். மச்சான் இந்த அப்பா. ஏய். കേറിക്കോളൂ. ഒരു പൊണ്ണ് ഒരു ബഫൂൺ. അല്ല ഈ കുട്ടി ആരാ ആരാ? അതെ, ഈ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിച്ച് നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് വന്നതാ. എന്നിട്ട് അവനവിടെ അവൻ ഈ കുട്ടിയെ ചതിച്ചു. തെണ്ടി. അവനൊക്കെ തല്ലിക്കൊല്ലണം. അത് ശരിയാ, തല്ലിക്കൊല്ലേണ്ട കേസാ. ദാ, നീ കേറ്. പാവം. பாவம். என்ன அன்லிமிட்டடா இருக்கு. ஏய் கோயில். ஓ, அந்த டைம்ல ரிலீஸ் ஆனதா ஓ அது? மை காட். சேதுராம் சத்தியத படம் இருந்துச்சு, மம்முக்கா படம். മദ്രാസ് ആകെ മാറിയില്ല. இதுக்கு முன்னாடி நீ மദ്രാസിൽ வந்திருக்கா? ഇല്ല. புறம்போக்கு. ஹவுசிங் ஆமா. എത്ര നേരം സഹിക്കണം ഈ ജാമൻ. என்ன ஏரியா? கிராஃபிட்டி எல்லாம் வச்சிருக்காங்க பாரு. ഏയ് ജാമിൻ ഡൗൺ ഡാ. ദേ പറഞ്ഞടാ അണ്ണാച്ചി. இதே வரணும்டா அண்ணாச்சி. ചെമ്പകക്കാ. ஆஹா. ചെമ്പകക്ക. யார் இந்த பொண்ணு? அக்கா, இது என் ஊர்ல இருந்து வந்த பொண்ணு. ஓ, உறவுக்காரங்களா? ஆமாக்கா, எங்க உறவுக்காரங்க தான். കറവക്കാരാ? അതെ, ഇവരൊക്കെ കറവക്കാരാ? ഉറവക്കാരെന്ന് പറഞ്ഞ സ്വന്തക്കാരെന്നാണ് അർത്ഥം. ഏ മലയാളിയാണല്ലേ? இப்பதான் தெரியும். തമിഴ് പറഞ്ഞ തമിഴനാവില്ല, ആ. മലയാളം പറഞ്ഞ മലയാളിയാവില്ല. ആ. പക്ഷെ ഒരു കൊല ചെയ്താ മലയാളിയാവും. ஐயோ. அக்கா ப்ளீஸ், கொஞ்ச நாள் இந்த பொண்ணு உங்க கூட தங்க வைக்கணும். ம். ம்? அது யார் இந்த திருட்டு மூஞ்சி? சிட்டு மூசி. அதுவும் என் ஃப்ரெண்டு தான். ம். சரி சரி, உள்ள வா. എഴുത്തുകാര കഴുത. எழுத்துக்கார கழுதை. ഇതാണോ മുറി? ദൈവമേ, ഇതിലും ഭേദാ ബാത്റൂം ആയിരുന്നു. ദൈവത്തിന്റെ ബാഗിൽ എന്നെ ഇருக்கு. അയ്യോ ഇതെന്താ കാണിക്കണേ? ഹായ്, ഇത് കൊള്ളാം. ഇതാകുമ്പോ ഷഡ്ഡിയും വേണ്ട, ബെർമുടയും വേണ്ട. അതെ, ഞാൻ കഥ പറയുമ്പോ ഇടാനുള്ളതാ. അതാ പറയാൻ വിടണേ നല്ലത്. കക്കൂസി പോകാൻ വിടാനാടാ. പിന്നെ കക്കൂസി പോകുമ്പോ ഇതല്ലേ ഇടണം. വേറെ എന്തൊക്കെ കിടക്കണിടെ? ഞാൻ റോമിയോ, റോമി എന്ന് വിളിക്കും. ഞാൻ ചന്തു. ചന്തി. சந்தி. ചന്തു എന്ന് തന്നെ சந்தி വിളിച്ചാ நான் பின்னாடி. ஓ, அப்படியா? சம்திங். ஆமா. ഹലോ, മതി. താൻ എങ്ങോട്ടേക്കാ? നിങ്ങൾ സ്റ്റുഡിയോയിലേക്കല്ലേ? അതെ. ഞാനും അങ്ങോട്ടേക്കാ. കേറിക്കോ. സ്റ്റുഡിയോയിലേക്ക് താൻ എന്തിനാ വരുന്നത്? കഥ പറയാൻ. ആരോട്? ഡയറക്ടറോട്. എടോ, ഷൂട്ടിംഗ് കഴിഞ്ഞ് അവരൊക്കെ ഇങ്ങോട്ട് വരും. നമുക്ക് അതിനു മുമ്പ് അങ്ങോട്ട് പോവാം. ഇതെന്തിനാ ഈ ഊശാന്താടി? മെച്ചൂരിറ്റി തോന്നാനാ. ഒന്ന് പറിച്ച് കളയാ. ഡോണ്ട് ടച്ച് മൈ മെച്ചൂരിറ്റി. Don't touch my maturity. பண்டாரம். அப்ப எனக்கு மெச்சூரிட்டி இருக்கு. അതെ, അടുത്ത സ്നേഹ്. அடுத்த snake.
ആ സ്ത്രീ എന്നെ വഴക്ക് പറയുന്നു. അയ്യോ അത് വഴക്ക് പറയുന്നതല്ല, തമിഴ് പറയുന്നതാ. എന്തോ എനിക്ക് പേടിയാവുന്നു. ഞാൻ വരിക നിങ്ങളുടെ കൂടെ. ഓ ഇതാണ് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലാത്തത്. ഉപകാരം ചെയ്ത് അപ്പൊ തലയിലാവും. ദേ ഇവിടെ ഒരെണ്ണത്തിനെ കണ്ടില്ലേ, വെപ്പ് താടിയും വെച്ച് ഇറങ്ങിയിരിക്കാം മനുഷ്യനെ നാണം കെടുത്താൻ. മെച്ചൂരിറ്റി ഭ്രാന്തൻ. மெச்சூரிட்டி பிராந்தன். கடைசியில அவங்க ஹீரோயின் ஆயிடுவாங்களோ? நான் பாரு, நானா ஒரு கதை எழுதுறேன். இருக்கலாம், யாருக்கு தெரியும். டேய் ஐயோ இவர் பேரை மறந்துட்டேனே. நானும் வரட்டேன், ஆனா லெஜெண்டரி இவரு. சலீம் குமார். மைக்கேல் ஜாக்சன் மாதிரி இருக்காரு. என்னடா ஹாரர் படமா? ஆனா பேஸ் க்ளோஸ் அப்ல பார்த்தா அப்படிதான் பாருங்க. ஆமா லால் ஹாரர் தானே എടുത്തിട്ട് இருக்காரு ആരംഭത്തില്. എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാള് തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത്. ഞാനിവിടെ ഉണ്ട്. കൊച്ചിൻ അനീഫ. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. അവന്റെ അസിസ്റ്റന്റ് ഇല്ലേ കൃഷ്ണൻ, അവൻ വന്നാലേ പണി നടക്കൂ. സാർ ഈ സ്റ്റെപ്പ് എത്രാമത്തെ പ്രാവശ്യമാ? ഇങ്ങനെ ഒരുതാണാ ഒറ്റ കീറ് വെച്ച് വന്നാണ്ടല്ലോ. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ പറഞ്ഞിട്ട് കണ്ണിയാ കുത്തിപ്പിടിക്കും. അയ്യോ സിഗരറ്റ് കിട്ടും. ഡേഞ്ചറസ് அந்த മ്യൂസിക് അത്. ഒരു സാധാരണ മനുഷ്യൻ നോർമലി നടക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഒരു ചേഞ്ച് ആയി കിട്ടുന്ന കരുതി നടക്കുമോ? ഐ ഡോണ്ട് ഹാവ് ഫീലിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് അവന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ടമേരി ആരാ ഇരിക്കാ? നേരത്തെ കാലത്ത് സ്റ്റെപ്പ് മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേരും. ഓ ആ മുദ്ര. റെഡി ലേഡീസ് 1 2 3. AVM സ്റ്റുഡിയോയുടെ കളർ മാറിയോ? നീ ഇതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ എന്റെ മനസ്സിലുള്ള കളർ ഇതല്ലായിരുന്നു. പിന്നെ നല്ല ചുവന്ന റെഡായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങടാ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. ഡയറക്റ്റ് എനിക്ക് ഒന്ന് കൊല വിളിക്കും. ഒന്ന് വാടേ വേഗം. അത്യാവശ്യമായിട്ട് ഒന്ന് നാട്ടില് അല്ല സ്റ്റെപ്സ് ഒക്കെ ഞാൻ ഇപ്പൊ ഓക്കെ ആക്കാം. ശരിയല്ലേ സാർ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് സൂക്ഷിക്കണേ സാർ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു കഥ പറയാൻ. സത്യം പറ, നീ ആരാ? ഞാൻ ആരുമില്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. നീ എന്റെ അസിസ്റ്റന്റ് കൃഷ്ണനെ പൊക്കാൻ വന്നവനല്ലേ? അല്ല. പിന്നെ നീ എന്തിനാണ് അവന്റെ കൂടെ വന്നത്? ഞാൻ കൃഷ്ണന്റെ കൂട്ടുകാരനാ. നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ്. വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഓ ഇവരുടെ അസിസ്റ്റന്റ് താനേ. ஆமா. ഓണ്ടുവാ. റെഡി സാർ. ഒന്നടിച്ചേ. എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കല്ലോ. പ്രയാണം വന്നു കഴിയുമ്പോ സ്മോക്ക് ഓടിക്കണം, കാറ്റ് ഓടിക്കണം. കുറേശ്ശെ മതി. ഇവിടെ എന്തായി? ഭയങ്കര ചൂടനാ. താനോ? പോടാ. ഡയറക്ടർ കഥ കേൾക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. നല്ല സൂഖിപ്പിച്ച് പറഞ്ഞോളാം. കേട്ടല്ലോ. സാറിന് ഒന്നുകൂടി വിളിക്കോ? വിളിക്കാനാ? ഇത് പോരാട്ടാ. ഇനി തിന്നാ എനിക്ക് മുട്ടം പണി. ഡയറക്ടർ സാർ, ഇതാ ഞാൻ പറഞ്ഞ ആള്. നീ ചന്തു അല്ലേ? നിന്നെയൊക്കെ പേടിച്ചിട്ടാ കോപ്പ ഞാൻ ഷൂട്ടിംഗ് മദ്രാസിലേക്ക് ചന്തു പോ ഓടെ. അയ്യോ സാർ, ഈ കഥ ഞാൻ കേട്ടതാണ്. ഇതൊന്നും അയ്യോ ശരിയാവില്ല. നല്ല അസൽ കഥയാണ് സാർ. ഈ കഥ സാറ് ചെയ്താലേ ശരിയാവുള്ളൂ. അതെ സാർ, ഇന്ത്യയിൽ സാർ അല്ലാതെ വേറെ ഒരു ഡയറക്ടർ ഇല്ല ഇത് ചെയ്യാൻ. ഓക്കെ സാർ അപ്പൊ ഞാനങ്ങോട്ട്. സാർ എന്താ ചെയ്യില്ല, പടവും ഞാൻ തന്നെ ചെയ്യണം. മംഗള. വായിന്ന് കൈയെടുക്ക. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. അതേ കഥ. ഏതാ ഈ കുട്ടി? അത് കൃഷ്ണന്റെ കൂടെ വന്നാണ് സാർ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. എന്താ പേര്? ചന്തു. നിന്റെ പേരല്ല ചോദിച്ചത്, കുട്ടിയുടെ പേരെന്താ? സുമ. ഹായ്. വസുമതിന്ന് சொல்லல. ഞാൻ പറയും. കിഴക്കേപ്പാടം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഗ്രാമത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ സാർ അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സാർ. കിഴക്കേപ്പാടം ഗ്രാമം. കിഴക്കേപ്പാടമുള്ള സ്ഥലം. കിഴക്കേപ്പാടം നിങ്ങളുടെ അമ്മൂമ്മയുടെ. എങ്ങനെ? കിഴക്കേപ്പാടം എന്റെ അമ്മൂമ്മയുടെ സ്ഥലമാണ് സാർ. അതാണ് എന്റെ കഥയിലെ ഗ്രാമം. അവിടെ ധനികനായ ഒരു പണക്കാരനുണ്ട്, ഒരു തമ്പുരാൻ. ഈ കഥ നീ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതിലൊരു വ്യത്യസ്തത ഉണ്ട് സാർ. ഒരു പുതിയ കഥാപാത്രം രൂപപ്പെട്ടിട്ടുണ്ട്, വസുമതി. കഥയുടെ പേര് തന്നെ എങ്ങനെയാണ്? വസുമതിക്കൊരു പ്രേമലേഖനം. വസുമതിക്ക് പിന്നടി ആള് വേറെ. ഇതൊന്നും ശരിയാവില്ല.
ഏതോ കുറച്ച് കത്ത് കിട്ടിയെന്ന് വെച്ചിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുക. ലോകത്ത് നടക്കുന്ന കാര്യം ഇത്. ഒരു നല്ല പെണ്ണിനും അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല. என்னடா எல்லாரும் கேஸ் சொல்றீங்க? ശക്തമായിട്ടുള്ള റീസൺ വേണം. റീസൺ ഉണ്ട് സാർ. അതിശക്തമായ അതിബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീസൺ ഉണ്ട്. എന്ത് റീസൺ? ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുകയാണ് സാർ. അപ്പോഴാണ് ആ കാമുകന്റെ കത്തുകൾ ഈ വസുമതിയെ തേടി വരുന്നത്. അങ്ങനെ ആ നല്ല പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് இது வந்து நம்ம சாஜி பாப்பன் கதையாச்சே. அதானே നല്ലവളായ கரெக்ட் ഭർത്താവിനെ അന്ത്രേ കണിത്താർ. അതെ സാർ. ഈ കൊച്ചൊന്നാണ്ടല്ലോ കോപ്പിലെ കഥ പറയാൻ നടക്കുന്നു. ഇറങ്ങി പോടാ ഇവിടുന്ന്. இப்ப அவங்க சொல்ல போறாங்கன்னு நினைக்கிறேன். അല്ല വസുമതിയുടെ കഥ അതല്ല. ഏയ് അങ്ങനെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന ഒരു അലവലാതി പെണ്ണിന്റെ കഥയും സിനിമയാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഒന്ന് വിരലിഞ്ഞൊടിച്ചു കാണിച്ചാൽ കൂടെ ഇറങ്ങിപ്പോകുന്നവളല്ല വസുമതി. അവൾക്ക് ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരും ഉണ്ട്. വലിയ டேய் நீ சொல்றது வருமோ? அதான் ആ நினைக்கிறேன். കൊട്ടാരത്തിലുള്ളവരെല്ലാം വസുമതിയെ കണ്ടിരുന്നത് പ്രേതബാധയുള്ള കുട്ടിയായിട്ടാ. ஓ ജനിച്ച അന്ന് തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട വസുമതിയെ അവളുടെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ അളവറ്റ് സ്നേഹിച്ചിരുന്നു. പക്ഷെ ഒരു ദുരന്തം അവളുടെ ജീവിതം ആകെ മാറ്റിമറിച്ചു. ஓ நோ யாரோ தள்ளி விட்டாங்க. മുത്തച്ഛ ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങളാരും ഒന്നും പറയാതിരുന്നത്. വസുമതി ജനിച്ച അതേ സമയത്തായിരുന്നല്ലോ അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടത്. അംബികയെ വസുമതി ஆஹா இவங்க தான் யாரோ தள்ளியிருக்காங்க. நீ தான் பண்ணிருக்கீங்க. காசுக்காகவா இருக்கும்? ப்ராப்ளி சொத்துக்காக தான். ചില കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. சைக்காலஜிக்கலா ரொம்ப எஃபெக்ட் பண்ணும்ல அவங்கள அது. as a child കണ്ടിപ്പോ. എല്ലാ ദുഃഖങ്ങൾക്കും ഒടുവിൽ അവളുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളുണ്ടായി. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല അവളെ നിഴൽ പോലെ അപകടം പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന്. മുത്തശ്ശി മുത്തശ്ശി ஓ பேசிக்கே இவள நம்ப வச்சிட்டாங்க. இப்பதான் பண்றாங்க. മുത്തശ്ശി മുത്തശ്ശി மறுபடியும் PTSD. ഒന്നും അറിയില്ല. ലക്ഷ്മി ഞാനല്ല. എന്തിനീ ക്രൂരത നീ ഞങ്ങളോട് കാണിക്കുന്നു? ഞങ്ങൾ എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തത്? മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ എല്ലാവരും ചേർന്ന് അവളെ ഒരു മുറിയിൽ അടച്ചു. ജീവിതത്തിലെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും Now it makes sense. അവസാനിച്ചു. இவருக்கு பேய் வந்துருச்சு கதையில. തീരുമാനിച്ചിരുന്ന സമയത്താണ് ஆமா ആ കത്തുകൾ വന്നത്. ஆடி இருக்குது. ആ കത്തുകൾ കിട്ടിയപ്പോ അവളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ എവിടെയോ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവള് വിശ്വസിച്ചു പോയി. ഒരു സ്വപ്നലോകത്തേക്ക് എന്ന പോലെ ഇറങ്ങി വന്നത് അവള് ഒരു വിട്ടിയാകുകയാണെന്നറിയാതെ. இவருக்கு கதை கிடைச்சிருச்சு சந்தோஷப்படுறாருப்பா. அதான் ഇതൊരു ഹൊറർ ബാക്കി അങ്ങോട്ട് ചെയ്താൽ മതി. ഞാനിത് വർക്ക് ചെയ്യും. നമുക്കിത് ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാർ. കിച്ചു കൊള്ളാം. ഒരു 10-15 സോങ്സും ഒരു 10-15 ഡാൻസും എന്റെ കയ്യിൽ കുറെ പുതിയ സ്റ്റെപ്സ് ഉണ്ട്. ഇതുപോലെ ഞാൻ പലർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. താനെങ്കിലും എന്നെ ചതിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇല്ല സാർ, ഞാൻ ഒരിക്കലും ചതിക്കില്ല. എന്താ തന്റെ പേര്? ചന്തു. இந்த கதை இந்த பேருக்கு பேக்ഗ്രൗണ്ട് தெரியும் നമുക്ക്. அதானே താങ്ക്സ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹ ഇപ്പൊ ഈ സാധിച്ചത്. അതെ, തനിക്ക് എന്റെ പാർട്ട്ണർ ആയിക്കൂടെ? സ്റ്റോറി പാർട്ട്ണർ. നമുക്ക് ഇരട്ടത്തിര കഥാകൃത്തുക്കളാവാം. ശരിയാവില്ലല്ലേ? അല്ലെങ്കിലും ഒരാണും പെണ്ണും ഇരട്ടകളായ അതൊന്നും ചില പരട്ടകൾക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും താങ്ക്സ്. ഇപ്പൊ വരാം. ஏதோ நைஸா பண்ண போறாரு நினைக்கிறேன். நைஸ் திங்ஸ். இந்த பொட்டு வச்சதுக்கு அப்புறம் தான் நான் கண்டுபிடிச்சிட்டேன். ஓ இவருக்கு காது பா பீஜம் போட்டாங்க பா. ஓ இவருக்கு வந்து ஆர்கானிக்கா லவ் பண்ண போகுதுன்னு நினைக்கிறேன். സത്യമാണോ നീ പറയുന്നത്? അതെ സർ. என்னடா இது? അതേ വസുമതി തന്നെയാണ് അവനോട് ഉള്ളതെന്നും
അവളെ തന്നെയാണ് അവൻ ഈ കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് അവനറിയില്ല. കൊള്ളാലോ, അവൻ ഉണ്ടാക്കിയ കഥയൊക്കെ രസമുണ്ടല്ലോ അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക്. പിന്നെ അത് ചന്തു പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞ ആ കുട്ടി പറഞ്ഞ കഥയില്ലേ, അത് അവളുടെ സ്വന്തം ജീവിതമാ, അവളുടെ സ്വന്തം അനുഭവങ്ങളാ. ഒരു രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട കുട്ടിയാ, ഇവിടെ വന്ന ഒരു വേലക്കാരിയെ പോലെ. இல்ல ஆக்சுவலி அவரு மூச்சு பிடி போறாரு, கூட இருக்கவங்க தும்புறாங்க. തന്റെ നിലയിൽ എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടോ ഒന്ന് ശരിയാക്കാൻ? തനിക്കാവുമ്പോ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. എന്തായി? അത് കറക്റ്റ്. സോങ് വിത്ത് ഡാൻസ്. ഈ പ്രേമം ശരിയാണോങ്കിൽ അവള് വസുമതിയാന്ന് അറിയുന്നതിന് മുമ്പ് ചന്തുവിന്റെ മനസ്സ് അവൾക്ക് വേണ്ടി കൊതിക്കണം. കൊതിച്ചില്ലെങ്കിൽ നമ്മൾ അവനെ കൊതിപ്പിച്ച് പണ്ടാറെടുക്കണം. അടിപൊളി ഐഡിയ. പിന്നെ ചുമ്മാതാണോ മോനെ തമിഴ് നമ്പർ 1 ഡയറക്ടറായത്? സാറ് തമിഴിൽ പടമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ല. ചെയ്യുമ്പോ എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. അവളുടെ ഉടുപ്പും പൂവും ഒക്കെ മഞ്ഞ നിറത്തിലാണ്. വന്ന കാര്യം മറന്നു. അതായത് ഞങ്ങള് വന്നൊരു ചെറിയ എന്റെ അടുത്ത് എന്താ കൊട്ടിക്കാവിലെ കാവരി കാക്കറ്റും കായൽ വരമ്പിലെ കാക്കാലഞ്ഞണ്ടിനും കണ്ണിൽ കണ്ണിൽ കാണാ കിന്നാരം. എല്ലാരും പോയിക്കോ, എനിക്കിവിടെ കുറച്ച് രഹസ്യങ്ങൾ പറയാം. ഇനി താൻ വൈകണ്ട. അവനെ സ്നേഹിച്ച് അവനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പെണ്ണാണെന്ന് ഇനി അവനോട് പറഞ്ഞു. അതെ, അവൾക്ക് നിന്നോട് ഏതാണ്ടൊക്കെ പറയാനുണ്ടെന്ന്, അത് കേട്ടിട്ട് പോയാ മതി. ഇപ്പൊ അവന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നിന്റെ കഥയുടെ ക്ലൈമാക്സ് വരെ ശരിയായില്ല. ഇല്ല, ഇപ്പൊ ശരിയാവും. എന്തായാലും പറഞ്ഞോളൂ. ഒന്നും ഭാവന വர போறாங்கன்னு நினைக்கிறேன். നിന്നെ തമ്പുരാൻ ചതിച്ചപ്പോ തമ്പുരാനെ ഞാൻ ചതിച്ചു. ആ കത്തുകളൊക്കെ തമ്പുരാൻ നിന്നെ കൊണ്ട് എഴുതിച്ചതാണെന്നും വസുമതി എന്നൊരു പെണ്ണില്ലാന്നും ഞാൻ ഇന്നലെ അറിയിച്ചു. അയ്യോ, അവള് വന്നടാ. നാടും ഒക്കെ ഉപേക്ഷിച്ച് അവള് വന്നു. இவங்களுக்கே தெரியாம ஒரு ட்விஸ்ட். ചന്തുവേട്ടനെ അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുക. എന്റെ മുമ്പിൽ അങ്ങനെ ഒരു നാടകം കളിച്ച് കടന്നു കളയാൻ ചന്തുവേട്ടന് സാധിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാനും മറക്കാനും സാധിക്കില്ല. അയ്യോ, എനിക്കിത് ഡയലമാ പോയി ഭർത്താവേ. എന്റെ ദൗത്യം കഴിഞ്ഞു. ഞാനാണ് ഈ കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് എനിക്ക് നാട്ടിലെത്തണം. ഞാൻ പോയിട്ട് മോളെ പറ്റടാ. പൊയ്ക്കോ, പോകുമ്പോ ഇന്നലെ കൂടി കൊണ്ടുപോകണം. എന്താടാ പറഞ്ഞത്? മറ്റാരെങ്കിലും ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് ഇവിടെ തിരിച്ച് നാട്ടിലെത്തിക്കണോന്ന്. ഇനി നീ കൊച്ചിനെ ചതിക്കാനുള്ള പുറപ്പെടാണോ? ഞാൻ ആരും ചതിച്ചിട്ടൊന്നും ചതിച്ചിട്ടില്ലേ? ഇല്ലാത്തൊരു വസുമതിയുടെ പേര് കള്ളക്കത്തെഴുതി ഇവിടെ ചതിച്ചില്ലടാ തെണ്ടി. ആര് കള്ളക്കത്തെഴുതിയെന്നാ? അങ്ങനെ ഒരു വസുമതി ഉണ്ട്. അയ്യോ, ഇതാ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി. അയ്യോ, ഇത് അവங்களுக்கு ട്വിസ്റ്റ്. ഇപ്പൊ തന്നെ തിരിച്ചു പോകുന്ന നല്ലത്. വസുമതി, നീ വന്നേ. താൻ വസുമതിയാണെന്നൊക്കെ എനിക്കൊരു കള്ളം പറയേണ്ടി വന്നു. അതവളെ എങ്ങനെയെങ്കിലും തിരിച്ചയക്കാൻ വേണ്ടിയാ. അവള് കരുതുന്ന പോലെ ഇതൊന്നും അവളുടെ അച്ഛൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഇനി അവൾ ഇവിടെ നിന്നാ എന്റെ മാത്രമല്ല അവളുടെ ജീവിതം തകർക്കും ആ മനുഷ്യൻ. കുറച്ചു നേരത്തേക്ക് താൻ വസുമതിയായിട്ട് ഒന്ന് അഭിനയിക്കണം പ്ലീസ്. നീ സ്വന്തം ഇഷ്ടം മാത്രം നോക്കിയാ പോരാ. അച്ഛന്റെയും കുടുംബത്തിന്റെയും തറവാടിന്റെ അന്തസ്സൊന്നും മറന്നു കളയാനും പാടില്ല. എടാ കണ്ണിച്ചോരില്ലാത്ത ദുഷ്ടാ, നീ ഗതി പിടിക്കില്ലടാ. ഈ കൊച്ചിന്റെ കണ്ണീരിൽ നിന്ന് എന്തെങ്കിലും സമാധാനം പറയേണ്ടി വരും. അന്ന് നീ കുറെ എഴുത്തുകൾ കാണിച്ച് ഇതിനെ പറ്റിച്ചു. ഇപ്പൊ ഏതോ ഒരു പെണ്ണിനെ കാണിച്ച് വീണ്ടും ചതിക്കാനടാ. അപ്പൊ ഞാൻ പോരുത്. നിന്നെ കുഞ്ഞുനാള് പോലെ എനിക്കറിയാം. എനിക്കറിയാത്ത ഒരു പെണ്ണും നിന്റെ ജീവിതത്തിൽ ഇല്ലെന്നും എനിക്കറിയാം. മോളെ, ഇവനെ പോലൊരു ചതിയന് വേണ്ടി ഇനിയും നീ കണ്ണീർ ഒഴുക്കരുത്. വാ, വന്ന് വണ്ടി കയറ്.
മുടിഞ്ഞ കനോ. ഓ പേസ പോറാ അവൾட்ட. ഞാൻ പോവുക. പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ചന്തുവേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന ആ കുട്ടി ഇയാളാണോന്ന്. ആ കത്തുകളൊക്കെ ചന്തുവേട്ടൻ തനിക്ക് അയച്ചതാണെങ്കിൽ പറഞ്ഞോളൂ. ആ നിമിഷം ഞാൻ അവിടെ നിന്ന് പോയിക്കോളാം. இப்போ இவங்கள்ட்ட தான் അതല്ലെങ്കിൽ എന്നോട് സത്യം பேஷன் இருக்கு. അല്ലെങ്കിൽ അത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. പറ, ആ വസുമതി താനാണോ? അല്ല, ചന്തു പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനറിയാതെ സോറി. എനിക്കങ്ങനെ ആ കുട്ടിയുടെ മുമ്പിൽ അഭിനയിക്കാൻ കഴിയില്ല. ഞാനങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ താൻ വസുമതി ആയിരുന്നെങ്കിലും ഒന്ന് സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ലവ് ട്രയാങ്കിൾ. ഇന്ദിരയും ഞാനും കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളവരാ. പക്ഷേ അവളോട് ഒരിക്കലും തോന്നാത്തൊരിഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നോട് മാത്രമാണ്. പ്രപ്പോസ് பண்ணிட்டாரு ഒരു പൊങ്ക. ചന്തു എന്തൊക്കെയാ പറയണേ? ഒരാളെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് കഴിഞ്ഞതാ ഞാൻ. ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഇന്ദിരയ്ക്കും. ചന്തുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടിയത്. என்னடா பண்ணிட்டு இருக்கீங்க? ലവ് ട്രയാങ്കിളാ. പെണ്ണുപിള്ളേരെ കയ്യും കാലും പിടിച്ചിട്ടാ ഒരു മുറി ഒത്ത് കിട്ടിയത്. 1500 രൂപയാ ഒറ്റ ദിവസത്തെ വാടക. ഒരു നാளைக்கு 1500 രൂപയാ? മോൾ ഇതിൽ താമസിക്കും, ഞാൻ മറ്റേ കൂടിക്കോളാം. അപ്പൊ നാട്ടിലേക്ക് പോകുന്നില്ലേ? നിന്നെ അവനെ ഏൽപ്പിച്ചിട്ട് ഉടനെ മടങ്ങി പോണെന്ന് വിചാരിച്ചതാ. ഇന്നിപ്പോ നിങ്ങളുടെ കല്യാണം നടത്തി തന്നിട്ടേ പോണുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. കല്യാണം பண்ணிட்டு போறாங்களா? சரி இப்ப சொல்லு, அவர் സിറ്റുവേഷനിൽ தான் നീ என்ன பண்ணுവ? ഏതായാലും ചന്തുവിന്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദേവാ ഫിലിംസിന്റെ ബാനറിൽ ഈ കഥ സിനിമയാക്കാനും ഞാൻ തീരുമാനിച്ചു. நானா இருந்தா வந்துட்டு வசுமதி தான். வசுமதி. ஏன்னா யாருமே தெரியாத ஒருத்தங்க விட்டு வந்திருக்காங்க. தேங்க்யூ சார். அதை விட இவர் வந்து அவங்கள லவ் பண்ணவே இல்லை, இவர் லவ் பண்ணது இவங்க தான். അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു. அவங்க ரெண்டு பேர் லவ்மே ட்ரூ தான். ഇന്ദിര വന്ന് കയറിയ ഐശ്വര്യമാടാ, ഇത് അവളെ തന്നെ ഏൽപ്പിച്ചേക്കും. ரெண்டு பேருக்குமே இவங்கள பிடிச்சிருக்கு, ஆனா இவருக்கு இவங்கள தானே பிடிச்சிருக்கு. ഈ കുട്ടി കാരണ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. ഇതൊക്കെ കിട്ടിയത് ചന്തുവിന്റെ കഴിവും ഈ കുട്ടിയുടെ ഐശ്വര്യം കൊണ്ട് മാത്രം. ഇത് ഏൽപ്പിക്കേണ്ടത് ഇന്ദിരയെ തന്നെയാ. പിന്നെ ഒരു കാര്യം കൂടി വേഗം തീരുമാനിക്കണം. ആരാ ആത്മഹത്യ ചെയ്യുന്നത്? ഈ രണ്ടു പെണ്ണുങ്ങളിൽ ഒരെണ്ണം ചാവണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതാരാണെന്ന് താനങ്ങ് തീരുമാനിക്കും. അപ്പോ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം. ചന്തു, ആ ചെമ്മീനും ടൈറ്റാനിക്കും ഒക്കെ ഒന്ന് എടുത്ത് കാണുക. അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ. ஏண்டா படுத்துறீங்க? ஓ செம்மினா அப்ப அவங்களுக்கு ஒரு படம் போல. அவரு ஒரு பின்னாடி பாரு. ரைனால இருந்து சைனா போயிடுச்சா? ஒரு புன்னாரே ஒரு புன்னாரே மாம்பு பூக்கும் மாசமல்லே. സുമ ഒരുപാട് സ്നേഹിക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് കൺമുമ്പിൽ എത്തിച്ചു തരണോന്നല്ലേ പ്രാർത്ഥിച്ചത്? എങ്കി ആ പ്രാർത്ഥന കേട്ടു. ആളെത്തിയിട്ടുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇങ്ങോട്ട് വാ. ചേടി കണ്ടുപിടിച്ചു വണ്ടായി ഇവിടെ ഊരിലുണ്ട്. അയ്യോ ദാ ദാ വാ. സുമയെ കാണാത്ത ദുഃഖത്തിന് ബാറിലിരുന്ന് വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോഴാ ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടതും. ആ വിഷമം കണ്ടപ്പം സുമ ഇവിടെ വന്ന അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവൻ പറഞ്ഞു കൊടുത്തു. നിന്നെ തിരക്കി ഞാൻ എവിടെ കരഞ്ഞു എന്നറിയോ? ഇവര് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നീ ഇവിടെ ഉണ്ടെന്നും പിന്നെ
നിന്നെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞൊരു ചതിയനായിട്ടാ നീ എന്നെ കുറിച്ച് ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നും. നമുക്കുടനെ പുറപ്പെടണം. നാട്ടിലെല്ലാരും നമ്മളെ കാത്തിരിക്കുക. അവളുടെ പിണക്കുതിരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധുക്കള് ഇവളെയും കാത്തിരിക്കുക അവിടെ. നിങ്ങളൊന്ന് അവളോട് സംസാരിക്കണം. എങ്ങനെയെങ്കിലും സുമ എന്നോടൊപ്പം അയക്കണം. പ്ലീസ് പ്ലീസ്. அநேகமா பாப்பனுக்கு எல்லாம் தெரியும் நினைக்கிறேன். இந்திரன்ஸ்க்கு அவுக்கா இவரு ஆமாமா பப்பா விநாயகன் சொல்லியிருப்பாரு நினைக்கிறேன். പിണക്കമൊക്കെ മറന്ന് നീ അയാളോടൊപ്പം പോണം. അല്ല അയാള് ഞാൻ പോയേ ശരിയാവില്ല. പോണം. നീ പോകേണ്ടത് ഇപ്പൊ എന്റെ കൂടി ആവശ്യം. നീ അടുത്തുള്ളപ്പോ എനിക്ക് ഇന്നലെ കാണാനോ സ്നേഹിക്കാനോ കഴിയില്ല. என்ன கண்ணடா சாமி. so much sacrifices. வரட்டே. 3 பேர் மாறி மாறி சாக்ரிஃபைஸ் பண்ணிக்கிறாங்க. அதான் நான் ஏன் பாவங்களா நல்லவங்களா இருக்கீங்க. വിനീത് നീ എന്തൊക്കെയായി പറയുന്നേ? അവളെ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നോ? ആര്? അവളെ സ്നേഹിച്ചിരുന്ന ആളല്ലേ, അയാൾ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. അപകടത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നീ തന്നെയല്ലടാ പറഞ്ഞത് അവളൊരുത്തനെ സ്നേഹിച്ചെന്നും അവൻ അവളെ ചതിച്ചെന്നും ഒക്കെ. അതെ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അവളെ ചതിച്ച ആളാരാണ് നിനക്കറിയോ? അത് നീയാ. ഉണ്മ വെളിയന്തരിച്ചു. ഈ കത്തുകളൊക്കെ വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു വന്നത് അവള്. ഇപ്പൊ ഇവൾക്ക് തിരിച്ചിരിച്ചാ. പക്ഷെ ആ കുട്ടി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ദിരയോ ചന്തു ഇതൊന്നും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോഴെങ്കിലും നിങ്ങൾ അറിയേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ പറഞ്ഞത്. ആ കുട്ടിയെ നമ്മൾ വിചാരിച്ചാ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? പിന്നെ അങ്ങോട്ട് ചെന്നാ മതി. അവന്മാരെ കൂടി ഇടിച്ച് പഞ്ചറാക്കും. അടിക്കാനും ഇടിക്കാനാണെങ്കിൽ ഞാൻ ഉണ്ടാവും മുമ്പിൽ. എന്റെ ശവം വീഴുന്നവരാരും. അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് സാറ് തന്നെ ഒരു വഴി പറഞ്ഞു തരണം. അങ്ങനെ ഒരാളെ പരിചയപ്പെട്ട കാര്യം മറക്കുക. എന്തായി മറക്കാൻ പറ്റുമോ? എന്നിട്ടും മറക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അടിക്കുക, ഗ്ലാസ് വെക്കുക, സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങുക. അത്രേ ഉള്ളു കാര്യം. പിന്നെ இது செட்டு கத்தியாச்சு. செட்டு கத்தியாதா? டூப்ளிகேட் இது. எங்க நெஞ்சுக்குள்ள சொல்றாரு. இதுதான் கரெக்டா இருக்கு. உஷுஸ் நானும் பார்த்தேன். அதான் என்ன வித்தியாசமான பேரா இருக்கு. ஓய் சாஜி பாப்பன். ഈശ്വര രക്ഷിക്കണേ. എന്താ വസുമതിയുടെ വീടല്ലേ ഇത്? വസുമതിയെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ അറിയാം. എനിക്ക് വസുമതി ഒന്ന് കാണണമായിരുന്നു. വസുമതി ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയി ആരുടെയോ കൂടെ. പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോവൂ, കണ്ടിട്ടേ പോവൂ വസുമതിയെ. ആരുമണ്ട സാറേ? ഇതെവിടെയായിരുന്നു? ബാത്റൂമിലായിരുന്ന? മനസ്സിലായില്ല. ബാത്റൂമേ കുളിമുറിയിലായിരുന്നാന്ന്. അതെ, എനിക്ക് വസുമതി ഒന്ന് കാണായിരുന്നു. താൻ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? നമ്മളന്ന് മദ്രാസിൽ വെച്ച് കണ്ടിട്ട് അധികം നാള് പോലായില്ലല്ലോ. മദ്രാസോ? ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? മോനെ അരവിന്ദിന് ഈ വീട് വിട്ട് പുറത്തു പോയിട്ട് 1 മാസമായി. മോൻ ആള് തെറ്റിതാവും. ഇവിടെ ആരും പുറത്തു പോവാറില്ല. തനങ്ങപ്പോ ഞാൻ പൊക്കോളാം. പക്ഷെ ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. വസുമതിയെ കാണാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് നിന്നേ. അയ്യോ ഇവരെയും പിടിച്ച് കിഡ്നാപ്പ് പോരാ. എന്താ? അതെ ചന്തു തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ചെറിയ പ്രശ്നം. അതുകൊണ്ട് സുമയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് ഇവിടെ ആരും അറിയണ്ട. നമുക്ക് അല്പം മാറി സംസാരിക്കാം. വാ. അങ്ങോട്ട് മാറി സംസാരിക്കാം. ഓഹോ, ഇവിടെയൊക്കെ മാറി സംസാരിക്കുന്ന അങ്ങോട്ടാണല്ലേ? ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങോട്ടാ. ഇറ്റ്സ് ഓൾറൈറ്റ്. കം ഓൺ. മാവൻ ചോട്ടി പോ. നിനക്ക് വസുമതിയെ കാണണമല്ലേ? കാണിച്ചു തരാം. அது டூப்ளிகேட் கத்தி பாஸ். டூப்ளிகேட் கத்தி இது. அவர் அடிக்க போறார்.
அங்கேயே சொன்னல அதான். செட்டுக்கு அதான். ஓகே கைஸ், நம்ம வந்து பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பை பை.